എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഒരു അമ്പലമാണ് കാണിക്കുന്നത്. ആ അമ്പലത്തിൽ നമ്മുടെ പാവപ്പെട്ട ഹീറോയിനെ ഇരുത്തുക, എണീക്കുക, കുനിഞ്ഞിരുത്തുക, എണീപ്പിക്കുക, അങ്ങനെ ഒരു ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിനെ തൃപ്തിപ്പെടുത്താനായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, ഹീറോയ്ക്കും ഹീറോയിനും ജീവിതാവസാനം വരെ ഒരുപോലെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു പൂജയാണത്. അവരൊക്കെ അത്യാവശ്യം വിശ്വാസമുള്ള ഫാമിലിയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ് അമ്പലത്തിൽ വന്നിട്ട്. അവരുടെ നാട്ടിലെ അമ്പലം, നമ്മുടെ നാട്ടിലല്ല, അവരുടെ നാട്ടിലെ വേറെ ദൈവങ്ങളാണ് അവർക്കുള്ളത്. അതിന്റെ ഇടയിൽ തന്നെ ഹീറോന്റെ അമ്മ, അതായത് ഹീറോയിന്റെ അമ്മായിയമ്മ പറയുന്നുണ്ട്, അവള് വന്ന സമയത്ത് സ്ത്രീധനം കൊണ്ടുവന്നിട്ടില്ല, വേറെ പണമൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന്. ഇത് കേട്ട സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നീ വന്നപ്പോഴും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നീയും സ്ത്രീധനം കൊണ്ടുവന്നിട്ടില്ല എന്ന്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവര് വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഹീറോയിനും മോളായിട്ടുണ്ട് കേട്ടോ, അതായത് ഹീറോയിനും ഒരു മോള് ജനിച്ചിട്ടുണ്ട്, ആദ്യത്തെ മോള്. എന്തായാലും അവര് കളിച്ചും ചിരിച്ചും തിരിച്ചു പോവാണ്. അതേസമയം അവര് പറയുന്നുണ്ട്, മുത്തശ്ശി പറയുന്നുണ്ട്, അതായത് കുറെ തവണ എണീക്കുകയും ഇരിക്കുകയും ചെയ്യണമായിരുന്നു, എന്നാൽ അവർ കുറച്ചേ എണീക്കുകയും ഇരിക്കുകയും ചെയ്യിപ്പിച്ചോളൂ ഹീറോയിനെ കൊണ്ട്. കാരണം വീട്ടിൽ പോയിട്ട് ഇനി പണിയുണ്ട്, അത് ചെയ്യിപ്പിക്കാനുണ്ടെന്ന്. ഇപ്പോഴേ അമ്മായിയമ്മ പോരും അവളെ കൊണ്ട് പണിയെടുപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അവളുടെ ജീവിതം എന്തായാലും ദുരിതത്തിലോട്ടായിരിക്കും പോകാൻ പോകുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിച്ചാൽ ഇതായിരിക്കും അവസ്ഥ. പൂജയും വഴിപാടും എല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ ചെന്നേക്കുന്നത് ഹീറോയിൻ വളർന്നു വലുതായ അമ്മയുടെ വീട്ടിലാണ്. ഹീറോയിന്റെ അമ്മ ഉള്ള വീട്ടിലാണ് ചെന്നേക്കുന്നത്, അതായത് രണ്ടാനമ്മയുടെ രണ്ടാനച്ഛന്റെ വീട്ടിൽ. അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് ഹീറോയിന് അമ്മയെ പറ്റി ഓർമ്മ വരുവാണ്. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. വേറൊന്നുമല്ല, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും നീ ഒരു ഹൗസ് വൈഫ് ആവാൻ പാടില്ല, പഠിച്ച് നല്ല വലിയൊരാളാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ ഓർക്കുകയാണ്. അതുപോലെ അവൾക്ക് ഇല്യൂഷനായിട്ട് തോന്നുന്നുണ്ട്, അമ്മ ജോലി എടുക്കുന്നതും അവിടെ ഇരുന്ന് പണിയുന്നതും ഫുഡ് വേവിക്കുന്നതും പിന്നെ കടലിട്ടുകൊണ്ട് പോലെ ഡ്രസ്സ് തുന്നുന്നതും എല്ലാ കാര്യങ്ങളും അവൾക്ക് ഇല്യൂഷൻ കണക്ക് തോന്നുകയാണ്. ഇതിനുശേഷം മുത്തശ്ശി അമ്മായിയമ്മയും കാണിക്കുകയാണ്, അതായത് ഹീറോന്റെ അമ്മേനെ. പിന്നെ കുറച്ച് ലേഡികളും ഇവരെല്ലാരും കൂടെ കൂടിയിരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ആ നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്റെ ചെറുമോളെ എനിക്കൊരു പൂജാരിയാക്കണമെന്ന്. അന്ന് മന്ത്രവാദം ചെയ്തത് വേറെ ആരുമല്ല, അത് മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശിയെ പോലെ ചെറുമോളെയും ഒരു മന്ത്രവാദിയാക്കണമെന്നാണ് മുത്തശ്ശിയുടെ ആഗ്രഹം. എന്നാൽ ഹീറോയിന് അവളെ പഠിപ്പിച്ച് വലുതാക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് പൂജാരി ആക്കാൻ പറ്റത്തില്ലെന്നാണ് അവിടെ ഉള്ള ഒരു സ്ത്രീ പറയുന്നത്. ഇത് കേട്ടപ്പം ദേഷ്യം വന്ന മുത്തശ്ശിയാണെങ്കിൽ അവിടെ എണീറ്റ് പോവാണ്, കൂടെ അമ്മായിയമ്മ എണീറ്റ് പോവാണ്, അതായത് ഹീറോന്റെ അമ്മ. ഇതിനുശേഷം ഹീറോയിനെ വീണ്ടും കാണിക്കുകയാണ്. അവളാണെങ്കിൽ രണ്ടാനമ്മയുടെ വീട്ടില്, അതായത് അവളുടെ പഴയ വീട്ടിൽ വന്നിട്ട് രണ്ടാനമ്മയെ സഹായിക്കുകയാണ് തുണി മടക്കാനും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ. കാരണം രണ്ടാനമ്മ പ്രസവിച്ചിട്ടുണ്ട്, ഇപ്പം ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ നോക്കാൻ തന്നെ അമ്മയ്ക്ക് സമയമില്ല. കാരണം കുട്ടിയെ നോക്കുന്ന പാടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല പാടായിരിക്കും, സമയം പോലും കിട്ടത്തില്ല. പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ, അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. ആ സമയം ഈ അമ്മയ്ക്ക് ആ കുട്ടിക്ക് സ്നഗി വെച്ച് കെട്ടാൻ അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ പോലെ സ്നഗിയല്ല, അത് പണ്ടത്തെ കാലമാണ്. ഈ വെള്ളത്തുണിയാണ് വെച്ച് കെട്ടി കൊടുക്കുന്നത്. അത് അറിയാത്തതുകൊണ്ട് തന്നെ ഹീറോയിനാണ് വെച്ച് കെട്ടി കൊടുക്കുന്നത്. ഹീറോയിൻ ആൾറെഡി ഒരു കുട്ടി ഉണ്ടായല്ലോ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് അവൾക്കുണ്ട്. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അതായത് ഹീറോയിന് പഴയ കണക്ക് വാശിയൊന്നുമില്ല രണ്ടാനമ്മയോട്. രണ്ടാനമ്മ അന്ന് ഇറക്കി വിടാനൊക്കെ നോക്കിയതല്ലായിരുന്നു, വഴക്കൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കോളേജിൽ വിടത്തില്ലെന്നും പറഞ്ഞില്ലായിരുന്നു. ആ വാശിയൊന്നും അവൾക്ക് മനസ്സിലില്ല. അവൾ അത്രയ്ക്ക് നല്ലൊരു എന്താ പറയാ, നല്ലൊരാളാണ്. ഇതിനുശേഷം അവർ രണ്ടുപേരും പുറത്തു വന്നിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം അവിടെ ഒരു കുട്ടി സൈക്കിൾ ഉണ്ട്, അതായത് കുട്ടികൾ ചവിട്ടുന്ന ഒരു സൈക്കിൾ, അതായത് പൊടിക്കുട്ടികളാണ് കേട്ടോ. അത് കണ്ടപ്പം ഹീറോയിന് ഇഷ്ടം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാനമ്മ പറയാണ്, നിനക്ക് വേണമെങ്കിൽ അത് കൊണ്ടുപോയിക്കോ, നിന്റെ മോക്കത് ചവിട്ടാന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആ സൈക്കിൾ എടുത്തോണ്ട് പോവാണ് കേട്ടോ. പിന്നെ പോണേന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്, സമയം കിട്ടുമ്പം ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ. അതായത് രണ്ടാനമ്മ ഹീറോയിന്റെ അടുത്ത് പറയാണ്, അവർക്ക് സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. പഴയ വാശിയൊന്നും മനസ്സിലില്ല, അതുകൊണ്ടാണ്. ഇതിനുശേഷം ഹീറോനെയും ഹീറോന്റെ വീട്ടിലുള്ള അമ്മായിയമ്മയും, അതായത് ഹീറോന്റെ അമ്മയും മുത്തശ്ശിയും അച്ഛനെയും കാണിക്കുകയാണ്. അവരെല്ലാരും കൂടെ അവരുടെ വീട്ടിൽ നിൽക്കുന്ന സമയം ഹീറോയിൻ അങ്ങോട്ട് വരാണ്. അവളുടെ വലിയൊരു തുണിയിൽ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവള്. അതായത് അവളുടെ വീട്ടിൽ പോയ സമയത്ത് അവൾ കൊണ്ടുവന്നെയാണ് അവളുടെ പഴയ സാധനങ്ങൾ. അതിന്റെ കൂടെ തന്നെ ആ സൈക്കിളും ഉണ്ട് കേട്ടോ, ആ 3 വീലുള്ള സൈക്കിള്. എന്തായാലും അവൾ കൊണ്ടുവന്ന സാധനങ്ങൾ അവളും അമ്മായി അമ്മയും നോക്കുകയാണ് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട്. അതിന്റെ ഇടയിൽ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ കുടുംബത്തിലെ പെൺകുട്ടികൾ ആര് സൈക്കിൾ ഓട്ടത്തില്ല, അത് എന്താ പറയാ, കുടുംബത്തിനെതിരാണ്. അതായത് പെൺകുട്ടികൾ അങ്ങനെയും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ആ മുത്തശ്ശിക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയുകയാണ് ആ സൈക്കിൾ എടുത്ത് ദൂരോട്ട് കളയാൻ. എന്തായാലും ഹീറോയിൻ ആ സൈക്കിൾ കളയാനൊന്നും പോകുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ആ കുട്ടി മുത്തശ്ശിയുടെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്, ഹീറോയിന്റെ കൂടെ അല്ല. ഇതിനുശേഷം ഹീറോയിനും ഉറങ്ങാൻ പോവാണ്. ഹീറോയിന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ കാൽപാദങ്ങളെല്ലാം ഹീറോ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഹീറോയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ഹീറോയും മീൻ പിടിക്കാൻ പോയിട്ട് വന്നേക്കാണ്. വല എറിയുന്നവർക്ക് അറിയാൻ നല്ല പാടാണത്. എന്തായാലും അവർ രാത്രി കിടന്നുറങ്ങുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാള് ശേഷമാണ് കാണിക്കുന്നത്. ഒരു രാവിലെ ഹീറോയിനെ ആണെങ്കിൽ എന്താ പറയാ, ഈ പയറുണ്ടല്ലോ അതിന്റെ ചുമന്ന കളർ, അത് വാരി ഹീറോയിനെ അറിയാണ് മുത്തശ്ശി. എന്നിട്ട് പറയാണ്, ദൈവമേ അവൾക്കൊരു ആൺകുട്ടീനെ കൊടുക്കണേന്ന്. അതായത് ഹീറോയിൻ വീണ്ടും പ്രഗ്നന്റ് ആണ്, ഗർഭിണിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ആവശ്യം ഒരു ആൺകുട്ടീനെയാണ്, പെൺകുട്ടീനെയല്ല. ആൾറെഡി ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് ആൺകുട്ടീനെ വേണമെന്നാണ് എല്ലാവർക്കും ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഈ പയർ വാരി അവളെ എറിയുന്നത് മുത്തശ്ശി. ഇവരൊക്കെ ഭയങ്കര വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു ഡ്രാഗൺ കിങ്ങോ അങ്ങനെ എന്തോ പറയുന്ന ദൈവത്തിനെയാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ആവുന്ന സമയത്ത് അവരെല്ലാരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആ സമയം ഹീറോയും ഹീറോന്റെ
അച്ഛനും വേറൊരു ടേബിളിൽ ഇരുന്നാണ് കഴിക്കുന്നത്. ബാക്കി പെണ്ണുങ്ങളല്ല, അതായത് ഹീറോയിൻ, മോള്, മുത്തശ്ശി, അമ്മ, അവരെല്ലാരും ഒരു ടേബിളിൽ ഇരുന്നാണ് കഴിക്കുന്നത്. അവരുടെ കുടുംബത്തിലൊരു വിശ്വാസമുണ്ട്, അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല. ഇത് കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം പണ്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹീറോ അത് മൈൻഡ് ചെയ്യാതെ അവനാണെങ്കിൽ ഹീറോയിന്റെ ടേബിളിൽ വന്നിരിക്കുകയാണ്. അതായത് ഹീറോയിനൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. അത് മാത്രമല്ല, അവന്റെ അവനുള്ള ഫുഡ് അവന്റെ മോക്കും ഹീറോയിനും കൂടെ പകുതിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കണ്ട സമയത്ത് ഫാമിലിയിലുള്ള ബാക്കി 3 പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതായത് അച്ഛനും, മുത്തശ്ശിക്ക്, പിന്നെ അമ്മയ്ക്ക്, അതായത് അമ്മായിയമ്മ, ഹീറോയിന്റെ അമ്മായിയമ്മ പറയുകയാണ് ഇവന് ജന്മം കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു തെരുവ് നായിക്ക് ജന്മം കൊടുത്താൽ മതിയായിരുന്നു. എന്തായാലും ഹീറോ ഇങ്ങനത്തെ അന്ധവിശ്വാസത്തിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, അവൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അവളെയും പിന്നെ മക്കളെയും മോളെയും. ഇതിനുശേഷം ഹീറോയ്ക്ക് ജോലിക്ക് പോകണമല്ലോ, മീൻ പിടിക്കാൻ പോകണമല്ലോ. ആ സമയം മുത്തശ്ശി അവിടെ നിന്ന് പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്, എനിക്കൊരു ചെറുമോനെ തരണേ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഹീറോ പോണേന് മുമ്പ് ഹീറോയിന് ടാറ്റ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവർ തമ്മിൽ അത്യാവശ്യം സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ടാറ്റ പറഞ്ഞിട്ട് പോകുന്നത്. ഇതിനുശേഷം പ്രസന്റിലോട്ട് വരികയാണ്, കുറെ കാലങ്ങൾക്ക് ശേഷം വരികയാണ്. അതായത് ഹീറോയിൻ പ്രായമായിട്ടുള്ള ആ സമയത്ത് വരികയാണ്. ഹീറോയിൻ ഒരു കവിയൊന്നും ആയിട്ടില്ല, പിന്നെ പഠിച്ച് വലിയ ഒരാളും ആയിട്ടില്ല, അവളൊരു വീട്ടമ്മയായിട്ടാണ് തുടരുന്നത്. ഇതേ നേരം തന്നെ ഹീറോയിന്റെ മോളുണ്ടല്ലോ, മോൾ അവിടെ ഇരുന്നിട്ട് ഫോൺ വിളിക്കുകയാണ്. വേറെ ആരെയല്ല, കാമുകനെയാണ് വിളിക്കുന്നത്. ആ സമയം കാമുകൻ പറയുന്നുണ്ട്, നീ എന്റെ അമ്മയടുത്ത് എന്താ പറഞ്ഞേ? എന്റെ അമ്മേനെ ഞാൻ നിന്നെ കാണാൻ പറഞ്ഞു വിട്ടില്ലേ, നീ എന്താ അവരടുത്ത് പറഞ്ഞേന്ന്? അപ്പോഴാണ് മോൾ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോണത്. വേറൊന്നുമല്ല, മോള് കാമുകന്റെ അമ്മയെ കാണാനായിട്ട് ഒരു റെസ്റ്റോറന്റിൽ പോയായിരുന്നു. അവൾക്ക് ഇപ്പൊ ജോലിയൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അടുത്ത സ്റ്റേജ് കല്യാണമാണ്. അങ്ങനെ കാമുകനെ കല്യാണം കഴിക്കാനായിട്ട് അമ്മായി, അതായത് ഭാവി അമ്മായി കാമുകന്റെ അമ്മയെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം കാമുകന്റെ അമ്മ പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ പെണ്ണുങ്ങൾ ജോലിക്ക് പോയി സമ്പാദിക്കേണ്ട കാര്യമില്ല, ഒരു വീട്ടമ്മയായിട്ടിരിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ മോനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഭാര്യയാവാനാണ് ഞാനും എന്റെ ഭർത്താവും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മോൾ ഇനി തൊട്ട് ജോലിക്ക് പോകണ്ടാന്ന്. ഇത് കേട്ട സമയത്ത് മോൾക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. അവൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് വീട്ടിൽ ഇരിക്കാനാണോ, വീട്ടു ജോലി ചെയ്യാനാണോ? അല്ല, അവൾക്കും ജോലിക്ക് പോകണം, സമ്പാദിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവൾ തിരുത്തി പറയാണ്, എനിക്ക് ജോലിക്ക് പോകണം, എന്റെ അമ്മയും അച്ഛനും എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സ്കൂളിലും കോളേജിലും പഠിക്കാനൊക്കെ വിട്ടിട്ടുള്ളത്, അതുകൊണ്ട് അവർക്ക് ചെലവിന് കൊടുക്കാനെങ്കിലും എനിക്ക് ജോലിക്ക് പോകണമെന്ന് അവൾ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. ആ സമയം മോള് ചിന്തിക്കുന്നുണ്ട്, എന്റെ അമ്മയും ഇത് കണക്ക് പഠിച്ച് വലിയ ഒരാളാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ എന്റെ അമ്മ ഒരു വീട്ടു ജോലിക്കാരിയായിട്ടാണ് തുടരുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇനി അങ്ങനെ പോകത്തില്ല, എനിക്ക് പഠിച്ചിട്ട് നല്ലൊരു ജോലി മേടിച്ചിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോയി സമ്പാദിക്കും. ഇത് അവള് മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇത് കാമുകന്റെ അടുത്തും അവൾ പറയുന്നുണ്ട്. ഈ ഫോണിൽ വിളിക്കുന്ന സമയത്താണ് അവള് ഫ്ലാഷ് ബാക്കിലോട്ട് പോയത്, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെ മോളുടെ കുറെ ഷൂ ഉണ്ട് കേട്ടോ, മോക്കൊരു 10-15 ജോഡി ഷൂ ഉണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇത്രയധികം ഷൂ വാങ്ങിച്ചു വെക്കുന്നത്, എന്നിട്ട് നീ ഇടുന്നുമില്ല, എന്തിനാണ് പൈസ കളയുന്നതെന്ന്. അപ്പൊ മോള് പറയാണ്, എനിക്ക് കുട്ടിക്കാലത്തൊന്നും നിങ്ങളാരും ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല, എന്റെ ആഗ്രഹത്തിനൊന്നും കുറെ കാര്യങ്ങൾ വാങ്ങിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ പൈസ ഉള്ള സമയത്ത് എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങുന്നുണ്ട്. ഹീറോയിൻ പറയുന്നുണ്ട്, എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഇത്രയധികം ഷൂ കണ്ടിട്ടുമില്ല, ഇട്ടിട്ടുമില്ല, നീയൊക്കെ എന്ത് ഭാഗ്യവതിയാണ്. എന്തായാലും ഹീറോയിന്റെ മോളുണ്ടല്ലോ നല്ല സ്ട്രെസ്സിൽ നിൽക്കുകയാണ്, കാരണം കാമുകനുമായിട്ട് ചെറിയൊരു വഴക്കായി. കാരണം വേറൊന്നുമല്ല, കാമുകന്റെ അമ്മയായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത് കാമുകന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ അവർ കല്യാണത്തിന് സമ്മതിക്കാൻ എന്നുള്ളൊരു ചാൻസ് കുറവാണ്. അതിന്റെ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ടെൻഷൻ എല്ലാം കാണുന്ന സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, നിന്റെ ജോലി ഇത്രയും ടെൻഷൻ ആണെങ്കിൽ നീ അതങ്ങ് നിർത്തിക്കൂടെ, ഇനി നീ ജോലിക്ക് പോകണ്ടെന്ന്. വേറൊന്നും കൊണ്ടല്ല, അവൾ ഇത്രയും ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ഹീറോയിൻ പറഞ്ഞാണ്. എന്നാൽ ഇത് മോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. മോള് പറയാണ്, ഞാൻ ഇനി ജോലിക്ക് പോവാതിരുന്നാൽ നിങ്ങളെ കണക്കായിത്തീരും ഞാൻ, അത് മാത്രമല്ല ഞാനൊരു വീട്ടമ്മ ആവേണ്ടി വരും. ഇത് പറയുന്ന സമയത്ത് ഹീറോയിന് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ, കാരണം ഹീറോയിൻ സ്വന്തം ജീവിതം ത്യാഗം ചെയ്തിട്ടാണ് മോൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഹീറോയിൻ വീണ്ടും ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ്. വേറൊന്നുമല്ല, ഹീറോയിൻ അവളുടെ അമ്മായിയമ്മയുടെ വീട്ടിൽ, അതായത് ഹീറോയിന്റെ വീട്ടിൽ നിന്ന സമയത്ത് ഒരു ദിവസമാണെങ്കിൽ മുത്തശ്ശി ഹീറോയിന്റെ മോളെ, അതായത് ഇപ്പം വഴക്കുണ്ടാക്കിയ മോളില്ലേ, ആ കുട്ടി മോളായിരുന്ന സമയത്ത് ആ മോളെ പിടിച്ചോണ്ട് പോയിട്ട് പൂജാ റൂമിൽ കയറ്റുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി മുതൽ നീ എന്റെ പാത പിന്തുടരും, നീ ഒരു പൂജാരിയാവുമെന്ന്. എന്നിട്ട് അവിടെ പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ. ഈ കാര്യം ഹീറോയിൻ കാണുകയാണ്. ഹീറോയിൻ അങ്ങോട്ട് കയറി വന്നിട്ട് പൂജാ റൂമിന്റെ അകത്ത് കയറിയിട്ട് എല്ലാം കൂടെ അടിച്ച് തകർക്കാണ്, അവിടുത്തെ ടേബിളൊക്കെ മറിച്ചിടുകയാണ്. ഇത് കാണുന്ന സമയത്ത് മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി പറയുകയാണ്, എന്താടി നീ കാണിക്കുന്നതെന്ന്. എന്നാൽ ഹീറോയിൻ പറയുകയാണ്, എന്റെ മോളാണ് അവള്, അല്ലാതെ നിങ്ങളുടെ മോളല്ല, അവക്ക് പഠിച്ച് നല്ലൊരാളാവണം, അല്ലാതെ നിങ്ങളെ കണക്ക് പൂജാരിയായിട്ടിരുന്നാലൊന്നും പറ്റത്തില്ല എന്ന്. എന്തായാലും ആ വീട്ടിൽ ഭയങ്കര വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ലാസ്റ്റ് ഈ അമ്മായിയമ്മയാണെങ്കിൽ ഹീറോയിന്റെ മുഖത്തിട്ടൊരു അടി അടിക്കുകയാണ് കേട്ടോ. അതേ സമയം തന്നെയാണ് ഹീറോ അങ്ങോട്ട് കയറി വരുന്നത്. ഇത് ഹീറോ കാണുന്നുണ്ട്. ഇത് കണ്ട ഹീറോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഹീറോ വന്നിട്ട് അവരോട് എല്ലാവരും പറയാണ്, ഞാനാണ് അവളെ കെട്ടിക്കൊണ്ട് വന്നത്, അല്ലാതെ നിങ്ങളുടെ ആവശ്യത്തിന് കൊണ്ടുപോകാനൊന്നുമല്ല എന്റെ ഭാര്യയെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നത്, അവൾ എന്റെ കൂടാണ് ജീവിക്കേണ്ടത്, അല്ലാതെ നിങ്ങളുടെ കൂടെ അല്ല ജീവിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന കണക്കൊന്നും അവൾക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ എന്റെ മോൾ ആരാവണമെന്ന് അവളാണ് തീരുമാനിക്കുന്നത്.
തീരുമാനിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പഴഞ്ചൻ ചിന്താഗതി കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂല. അവള് പഠിച്ചിട്ട് എന്താവണമെന്ന് അവള് തീരുമാനിക്കും, അല്ലാതെ പൂജാരി ഒന്നും അല്ല ആവേണ്ടത്. ഇതും പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ അവളുടെ കൈയും പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അതായത് അവൻ വീട് വിട്ട് ഇറങ്ങുകയാണ്. വേറൊന്നുമല്ല, അവന് മനസ്സിലായി ഇനി ഇവിടെ നിന്നാല് വിഷയം വഷളാവും. ഇവരൊക്കെ പഴയ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അത് മാത്രമല്ല, മോളെ ഒരു പൂജാരി ആക്കണമെന്നൊക്കെ പറയുമ്പം അതിന്റെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പഠിച്ച് രക്ഷപ്പെടേണ്ട കാലത്ത് കുട്ടീനെ പൂജാരിയാക്കാൻ പോവുകയാണ്. എന്തായാലും വീണ്ടും പ്രസന്റിലോട്ട് വരികയാണ്. ഹീറോയിൻ ഇപ്പൊ പ്രായമായിട്ടുള്ള ആ കാലത്ത് വരികയാണ്. ഈ സമയമല്ലായിരുന്നു അവർ തമ്മിലുള്ള വഴക്കൊക്കെ നടന്നത്. എന്തായാലും മോള് മാപ്പ് ചോദിക്കുകയാണ്. അവൾക്ക് മനസ്സിലായി അവള് പറഞ്ഞത് തെറ്റാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ മാപ്പ് ചോദിച്ചിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ആ സമയം മോള് ചോദിക്കുന്നുണ്ട്, ഇനിയൊരു അവസരം നിങ്ങൾക്ക് ടൈം ട്രാവൽ ചെയ്ത് ബാക്കിലോട്ട് പോകാൻ പറ്റിയിട്ട് ഒരാളെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അച്ഛനെ കല്യാണം കഴിക്കോ അതോ വേറെ പൈസ ഉള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കോ? എന്നാൽ ഹീറോയിൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ പൈസ ഉള്ള വീട്ടിൽ നിന്നും കല്യാണം കഴിക്കത്തില്ല, ഞാൻ നിന്റെ അച്ഛനെ തന്നെ കല്യാണം കഴിക്കത്തുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്, കാരണം വേറൊന്നുമല്ല, എല്ലാം നിന്റെ അച്ഛൻ കാരണമാണെന്ന്. ഇത് കേട്ടോണ്ട് ഹീറോ അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ഹീറോയ്ക്ക് അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ട്. അവൻ കഴിക്കാനായിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനുശേഷം വീണ്ടും പഴയ കാലം കാണിക്കുകയാണ്. ഹീറോയിനും ഒരു വാടക വീട് എടുത്തിട്ടുണ്ട്. മോളും കൂടെ ഉണ്ട്, അതായത് കുട്ടി മോള്. നേരത്തെ വഴക്കൂടിയ ആ വലിയ മോളില്ലേ, ആ വലിയ മോളാണ് ഈ കുട്ടി മോള്. അത് ആലോചിക്കണം. എന്തായാലും ആ മോൾക്ക് ഫുഡൊക്കെ വാരി കൊടുത്ത് അവിടെ നിന്ന് അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് കഴിക്കുന്ന നേരം ഡോറിൽ ആരോ വന്ന് മുട്ടുകയാണ്. വേറെ ആരുമല്ല, ആ വീട്ടിന്റെ ഉടമസ്ഥരാണ്. അവര് വാടകയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കുട്ടി മോളാണെങ്കിൽ ആ ഭിത്തിയിലെല്ലാം സ്കെച്ച് വെച്ച് വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ ഉടമസ്ഥൻ കാണുവാണെങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ അവർ ആ വീടൊന്ന് കർട്ടൻ വെച്ച് മറയ്ക്കുന്നുണ്ട്, ആ ഭിത്തി. ഇനി അയാൾ കണ്ടാൽ എന്തായാലും പറഞ്ഞാലോ എന്നുള്ളൊരു പേടിയുണ്ട്. കർട്ടൻ മറച്ചിട്ട് ഹീറോ പുറത്തിറങ്ങി വരികയാണ്. എന്നിട്ട് ഓണറിനോട് ചോദിക്കുകയാണ്, എന്താ പ്രശ്നം, എന്താ രാത്രി വന്നതെന്നൊക്കെ. അപ്പോഴാണ് അയാൾ പറയുന്നത്, നിങ്ങളുടെ വാടക 3 മാസത്തെ വാടക ആരോ തന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് അയാളുടെ പേരും പറയുന്നുണ്ട്. എന്നാൽ പേര് കേട്ട സമയത്ത് ഹീറോയ്ക്കും ഹീറോയിനും ആരാന്നും മനസ്സിലായിട്ടില്ല. ഇതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ആ റൂമിൽ പോയിരുന്നിട്ട് ഇതിനെപ്പറ്റി ആലോചിച്ച് ചിന്തിക്കുകയാണ്. വേറൊന്നുമല്ല, ഇവർക്കറിയത്തില്ല ആരാ ഈ 3 മാസത്തെ വാടക കൊടുത്തതെന്ന്. വേറെ ഏതോ പേരാണ്, ഇവർ കേട്ടിട്ടില്ലാത്ത പേരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആരാ വാടക കൊടുത്തതെന്ന്. ഇതിനുശേഷം ഓരോ രാത്രിയും മുത്തശ്ശനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ അവർക്ക് കൊണ്ടു കൊടുക്കാൻ വരും. എന്നാൽ മുത്തശ്ശൻ അടുത്തെത്തുന്ന സമയം വീട്ടിലെ ലൈറ്റ് ഓഫ് ആക്കും. എന്ന് വെച്ചാൽ അവർ കിടന്നുറങ്ങാൻ പോകും. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും മുത്തശ്ശൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരും. അതായത് ഓണറാണ് കേട്ടോ ഞാൻ മുത്തശ്ശൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ മുത്തശ്ശന് നല്ല ദേഷ്യം വരികയാണ്. മുത്തശ്ശിയുടെ അടുത്ത് വന്ന് പറയുകയാണ്, എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെയെന്ന്. അങ്ങനെ ഒരു ദിവസം ഹീറോയിനെ കാണാനായിട്ട് കുറച്ച് ലേഡികൾ വരികയാണ്. അതായത് പണ്ടൊക്കെ കളിയാക്കിയ ലേഡികളില്ലേ, ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ആ ലേഡികൾ, അവരിൽ 3 പേര് വന്നേക്കാണ്. അവർ വന്നേക്കുന്നത് വേറൊന്നിനുമല്ല, ഹീറോയിൻ പ്രഗ്നന്റ് ആണ്, അവളെ കാണാൻ വേണ്ടിയിട്ടാണ്. വന്നിട്ട് അവർ വെറുതെ ഒന്നും ഇരിക്കുന്നില്ല കേട്ടോ. ഹീറോയിന് ഡ്രസ്സ് കഴുകിയിട്ട് കൊടുക്കുകയാണ്. അവൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ കുറെ അധികം പണിയൊന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് അവളെ സഹായിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹീറോ അങ്ങോട്ട് കയറി വരുന്നത്. നോക്കുന്ന സമയത്ത് അവന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിൽ അവന്റെ അടുത്ത് ഓടിച്ചില്ലാണ്, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയമാണ് അവൻ പറയുന്നത്, വല എറിഞ്ഞ സമയത്ത് പറ്റിയതാണ്. പിന്നെ ആ കയ്യിൽ ഒരു വെള്ളത്തുണി വെച്ച് കെട്ടിയിരിക്കുകയാണ് കേട്ടോ. വലുതായിട്ട് ചികിത്സിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവനെയും കൊണ്ട് അന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, വീട് കണക്കൊക്കെയാണ്. അത് ഗ്രാമമാണ്. അവിടെ കൊണ്ടുപോയിട്ട് കൈ വെച്ച് കെട്ടി കൊടുത്തിട്ട് തിരിച്ചു വരികയാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതായത് ആ ലേഡികൾ വന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോ വേറെ ആർക്കും വേണ്ടിയല്ല പണിയെടുക്കുന്നത്. ഹീറോ പണിയെടുക്കുന്നത് ഇവളെ പണ്ട് പെണ്ണ് കാണാൻ വന്ന ഒരാളില്ലേ, 2ാം കെട്ടുകാരൻ, അങ്ങേർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. അങ്ങേരാണ് ഹീറോന്റെ ബോസ്. അങ്ങേരുടെ ബോട്ടിലാണ് ഇവൻ പണിയെടുക്കുന്നത്. അത് ആ ലേഡികൾ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ റെഡിയാക്കി കഴിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹീറോനെ ചെന്ന് വിളിക്കാൻ നിൽക്കുന്ന നേരം ഹീറോ ആണെങ്കിൽ തറയിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അവൻ അത്രയും ക്ഷീണമുണ്ട്. അതുപോലെ തന്നെ മോളാണെങ്കിൽ ഹീറോന്റെ തലയിൽ സ്ലൈഡൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അതങ്ങനെയാണ് പെൺമക്കള് അച്ഛന്മാരെ ഒരുക്കും. എന്തായാലും അന്നത്തെ ദിവസം ഹീറോ ഫുഡ് കഴിക്കുന്നില്ല. ഇതിനുശേഷം അവരെല്ലാരും കൂടെ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് ഹീറോ ഭയങ്കരമായിട്ട് മൂടുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, അവനാണെങ്കിൽ മൂളാണ്, ഉറക്കത്തിന്റെ ഇടയിൽ മൂളാണ്. ഈ മൂളൽ മീൻസ് നമുക്ക് ദേഹമൊക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് ആയി വീക്ക് ആവുന്ന സമയത്താണ് നമ്മുടെ ശരീരം ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ മൂളും ഉറക്കത്തിൽ. അത് അത്രയും ക്ഷീണം ഉള്ളതുകൊണ്ടാണ്. ശരീരം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൂളുന്നത്. അങ്ങനെ ഹീറോ എന്തുകൊണ്ടാണ് മൂളുന്നതെന്ന് അറിയാനായിട്ട് ഹീറോയിൻ ആണെങ്കിൽ അവനെ ചെന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവന്റെ കാലിലെ തുണി പൊക്കി നോക്കുന്നുണ്ട്. ആ സമയത്താണ് ഹീറോയിൻ കാണുന്നത് അവന്റെ കാലിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട്. വേറൊന്നുമല്ല, അവൻ പണിയെടുക്കുന്ന സമയത്ത് പറ്റുന്നതാണ്. ഭയങ്കര നല്ല മുറിവാണ് കേട്ടോ. അവന്റെ ശരീരത്തൊക്കെ ചെറിയ ചെറിയ മുറിവ് പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വലുതുമുണ്ട് ചെറുതുമുണ്ട്. എന്തായാലും ഇതിന് ശേഷം, അതായത് രാവിലെ ആവുന്ന സമയത്ത് 4 മണി 3 മണി ആ സമയത്ത് ഹീറോ മീൻ പിടിക്കാൻ പോവാണ്. അതേസമയം തന്നെ ഹീറോയിനും മോളും വന്നിട്ടുണ്ട്. അവർ ഉറക്കം എണീറ്റിട്ടുണ്ട്. ഹീറോനെ പറഞ്ഞു വിടാൻ നിൽക്കുകയാണ്. ഹീറോ പോകുന്ന സമയം മോള് പറയുന്നുണ്ട്, അച്ഛൻ പോയിട്ട് വരുമ്പം എനിക്ക് 100 കണവയെ കൊണ്ടുതരണേ, കുറെ മീൻ കൊണ്ടുവരണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ കൊണ്ടുവരാന്ന്. അതുപോലെ തന്നെ ഹീറോയിൻ അവന് വേണ്ടി ഫുഡ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവന് കൊടുക്കാനായിട്ട്. അതും കൊണ്ടാണ് അവൻ പോകുന്നത്. അവര് നല്ല സന്തോഷത്തിലാണ് ഇപ്പം ജീവിക്കുന്നത്. എന്തായാലും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അതായത് ഹീറോ അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും ഇതിനുശേഷം ഹീറോയിൻ ആണെങ്കിൽ
ആണെങ്കിൽ ആ രണ്ടാം കെട്ടുകാരന്റെ ഇപ്പോഴത്തെ ഭാര്യയെ കാണാൻ ചെന്നേക്കാണ്. ഇപ്പൊ ഒരു ഭാര്യ ഉണ്ട് കേട്ടോ. ആ ഭാര്യയോട് ചെന്ന് പറയാണ്, എന്റെ ഭർത്താവിന്റെ കാലും കൈയൊക്കെ മുറിഞ്ഞിരിക്കുകയാണ്, അവൻ ഒട്ടും വയ്യ, എന്താ അവൻ ഇത്രയും വയ്യാഞ്ഞിട്ട് ബോട്ട് തിരിക്കാഞ്ഞെന്ന്. അതായത് കടലിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ഒരാൾക്ക് അപകടം പറ്റുമ്പം എന്തായാലും അയാളെ കരയിൽ കൊണ്ടാകണ്ടേ. എന്നാൽ ഇവന് അപകടം പറ്റിയ ശേഷം ആ ബോട്ട് തിരിച്ചിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഹീറോയിന്റെ ഭർത്താവായതുകൊണ്ടാണ്. ആ രണ്ടാം കെട്ടുകാരനെ അറിയാം ഹീറോയിന്റെ ഭർത്താവാണ് അവനെന്ന്. അതിന്റെ വാശിയിലാണ് ബോട്ട് തിരിക്കാഞ്ഞത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, മറ്റേ രണ്ടാം കെട്ടുകാരൻ നമ്മുടെ ഹീറോനെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യമൊക്കെ ഹീറോന്റെ ദേഹത്ത് തീർക്കുന്നുണ്ട്, അടിക്കുന്നതൊക്കെ ഉണ്ടെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, അതായത് ഇപ്പോഴത്തെ ഭാര്യ പറയുന്നുണ്ട്, ഞാൻ ഇനി തൊട്ട് രണ്ടാം കെട്ടുകാരൻ്റെ അടുത്ത് പറയാം, ഇനി തൊട്ട് അവനെ അടിക്കല് ഉപദ്രവിക്കല്ല എന്നൊക്കെ. പിന്നെ അയാൾ ഒരു പന്ന മനുഷ്യനൊന്നും അല്ല, അയാൾക്ക് ചെറുതായിട്ട് ദേഷ്യം ഉണ്ടെന്നേ ഉള്ളെന്ന്. ഇതേ നേരം നമ്മളൊരു കാര്യം കാണിക്കുന്നുണ്ട്, അതായത് ഇപ്പോഴത്തെ ഭാര്യയുടെ ചുണ്ട് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇയാൾ വെറും നാറിയാണ് ഈ രണ്ടാം കെട്ടുകാരൻ. ഈ രണ്ടാം കെട്ടുകാരനാണെങ്കിൽ ഈ ഭാര്യയെ ഉപദ്രവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്, ആ മക്കളും അതേ രീതിയിൽ തന്നെയാണ് വളർന്നു വരുന്നത്. കാരണം അവന്മാരും അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി ഉണ്ടാക്കുന്നുണ്ട്. അതേ രീതിയിൽ വളർന്നു വരുന്ന ഒരു രീതിയിലാണെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ആങ്കറിലാണ് അവന്മാര് വളർന്നു വരുന്നത്. ഇങ്ങനെ അവന്മാരെ പേരന്റ് ചെയ്യുകയാണെങ്കിൽ അവന്മാരും അവന്റെ അച്ഛനെ പോലെ തന്നെ ആവും. ഇതിനുശേഷം ബോട്ട് കാണിക്കുകയാണ്, അതായത് ഹീറോ പണിയെടുക്കുന്ന ബോട്ട്. ആ ബോട്ടിൽ തന്നെ രണ്ടാം കെട്ടുകാരനുണ്ട് കേട്ടോ. അവനാണെങ്കിൽ, അതായത് ഹീറോ ആണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ പോവാണ്. അവൻ ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല ഇന്നത്തെ ജോലി കഴിഞ്ഞ് അതുകൊണ്ട് വീട്ടിൽ പോയി കഴിക്കാന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ പോവാൻ നിൽക്കുന്ന നേരത്ത് ഈ ക്യാപ്റ്റൻ സമ്മതിക്കുന്നില്ല. ക്യാപ്റ്റൻ മീൻസ് രണ്ടാം കെട്ടുകാരൻ. അവൻ പറയാണ്, നമുക്കൊന്നും കൂടെ കടലിൽ പോകണം ബോട്ട് എടുക്കാൻ. എന്നിട്ട് ചാവി എറിഞ്ഞു കൊടുക്കുകയാണ് അവൻ എടുക്കാനായിട്ട്. എന്നാൽ ഹീറോ സമ്മതിക്കാതെ അവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. അടുത്ത സീനിൽ വീണ്ടും രണ്ടാം കെട്ടുകാരന്റെ ഭാര്യയെ കാണിക്കുകയാണ്. ഭാര്യയും ഹീറോയിനും അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഭാര്യയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവള് തന്നെ അവിടെ ഉപദ്രവം പേടിച്ച് വാങ്ങിച്ചിട്ടാണ് അവിടെ താമസിക്കുന്നത്. അപ്പം അവളുടെ വോയിസിന് ഒരു വിലയില്ല. അതുകൊണ്ട് തന്നെ അവള് പറയുന്ന എന്തായാലും ഈ രണ്ടാം കെട്ടുകാരൻ കേൾക്കില്ല. ഇത് ഹീറോയിന് മനസ്സിലാവുകയാണ്. എന്തായാലും ഹീറോയിൻ അത് മനസ്സിലായതുകൊണ്ട് തന്നെ ഹീറോയിൻ കൊണ്ടുവന്ന ഫുഡ് അവിടെ നിന്ന് എടുത്തിട്ട് പോവുകയാണ്. ഹീറോയിന് മനസ്സിലായി ഇവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഭാര്യയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ദേഷ്യത്തിൽ അവൾ ആ ഫുഡ് എടുത്തോണ്ട് അവിടെ നിന്ന് പോവുകയാണ്, കൊണ്ടുവന്ന ഫുഡ്. ഇതിനുശേഷം വീണ്ടും ബോട്ടാണ് കാണിക്കുന്നത്. ഹീറോ ആണെങ്കിൽ ബോട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. ഇന്നത്തെ പണി കഴിഞ്ഞല്ലോ, അവന്റെ പണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോണത്. ആ സമയം രണ്ടാം കെട്ടുകാരൻ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നുണ്ട്. അവന്റെ കാലിലിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ, നീ ഇന്ന് പോണ്ടെന്ന് പറഞ്ഞിട്ട്. രണ്ടാം കെട്ടുകാരൻ ഹീറോനെ ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ദൂരെന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, അലർച്ച കേൾക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഹീറോയിൻ കരഞ്ഞോണ്ട് ഓടി വരികയാണ്, അലറിക്കൊണ്ട് ഓടി വരികയാണ്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഓരോ തവണയും ഹീറോയെ ഓരോ ആൾക്കാർ ഉപദ്രവിക്കുന്ന സമയത്തും ഹീറോയിനാണ് വന്ന് രക്ഷിക്കുന്നത്. അങ്ങനെ ഓരോ പ്രായത്തിലും ഹീറോയിൻ ഓടി വരുന്നതായിട്ട് ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഹീറോയിൻ അവിടെ ഓടി വന്നേക്കാണ്. എന്നിട്ട് അങ്ങേരോട് രണ്ടാം കെട്ടുകാരനോട് പറയാണ്, ഇനി തൊട്ട് ഹീറോ നിനക്ക് വേണ്ടി ജോലി ചെയ്യത്തില്ല, അവൻ വേറെ ജോലി ചെയ്യും, നിന്റെ ജോലി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന്. അതിനുശേഷം ഹീറോയിൻ ഹീറോനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇനി ഈ നാറിയുടെ അടുത്ത് പണിയെടുക്കേണ്ട കാര്യമില്ല, ഇങ്ങേരാണെങ്കിൽ മഹാചെറ്റയാണ്, ഉപദ്രവിക്കുന്നുണ്ട്. ഒരാൾക്ക് അപകടം പറ്റുവാണെങ്കിൽ ബോട്ട് തിരിച്ചു കൊണ്ടുവരുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ കൂടെ ജോലി ചെയ്യേണ്ട കാര്യമില്ല. അവർ രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് ഇങ്ങേര് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഈ ഏരിയ മൊത്തം എന്റെയാണ്, എനിക്കാണ് ഇവിടുത്തെ ബോട്ട് മൊത്തം ഉള്ളത്. അത് മാത്രമല്ല എന്റെ കുടുംബക്കാരുടെയാണ് ഈ ബോട്ട് മൊത്തം. അപ്പൊ നീ എവിടെ പോയി ജോലി ചെയ്യോടാ, നീ എങ്ങനെ ജീവിക്കും? ഇത് പറയുന്ന നേരത്ത് ഹീറോയിന് ദേഷ്യം വരികയാണ്. ഹീറോയിൻ തിരിച്ചോടി ചെല്ലുകയാണ്. അവനിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ്, അവന്റെ മുട്ടിനിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ്. ഹീറോയിൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ രണ്ടാം കെട്ടുകാരന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും രണ്ടാം കെട്ടുകാരന് ചവിട്ടൊക്കെ കൊടുത്തിട്ട് ഹീറോയിന്റെ അടുത്ത് തിരിച്ചു വരികയാണ്. ആ സമയം അവള് കരയുന്നുണ്ട് കേട്ടോ. അവള് കരഞ്ഞുകൊണ്ടാണ് ഹീറോയിന്റെ കൂടെ പോകുന്നത്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത്? നീ അല്ലേ അവനെ ഉപദ്രവിച്ച, അവനല്ലേ കരയണ്ട, നീ എന്തേ കാണിക്കുന്നത്? ഇതൊക്കെ കണ്ടിട്ട് അവന് ചിരി വരുന്നുണ്ട് കേട്ടോ, കാരണം അവനെ ഉപദ്രവിച്ചിട്ട് അവള് കരഞ്ഞുകൊണ്ട് വരുന്നത്. ഇതിനുശേഷം പ്രസന്റ് ആണ് കാണിക്കുന്നത്, അതായത് ഇപ്പം നടക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. ഹീറോയും കൂടെ എവിടെ പോയിട്ട് മാർക്കറ്റിലങ്ങാണ്ട് പോയിട്ട് തിരിച്ചു വന്നേക്കാണ്. അതായത് അവരിപ്പോ പ്രായമായിട്ടുള്ള സമയമാണ് കാണിച്ചേക്കുന്നത്. അവരൊരു സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് ഹീറോന്റെ മുട്ട് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഹീറോ പ്രായമായിട്ടുണ്ട്. ആ സമയം ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഞാൻ മരിച്ചു പോവാണെങ്കിൽ നിങ്ങൾ വേറൊരു പെണ്ണിനെ കെട്ടുവന്നു. എന്നാൽ ഹീറോ പറയാണ്, ഞാൻ കെട്ടില്ല, നീയാണ് എന്റെ ജീവിതം എന്ന്. എന്തായാലും അവരുടെ കുശലം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അവർ ആ സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ് പതിയെ. വയസ്സായിട്ടുണ്ട് കേട്ടോ അവര്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.